صلى الله عليه وسلم وعلى آله وصحبه أجمعين صلى الله عليه وسلم صلى الله على محمد صلى الله عليه കുട്ടികളെ വല്ലാതെ ബാധിച്ചിരിക്കുകയാണ്. അവരെന്ത് ചെയ്യുന്നു എന്നവർക്കറിയില്ലതോ. ഒരു ബോധവുമില്ലാതെ ജീവിക്കുകയാണ്. ഇന്നത്തെ മക്കളുടെ അവസ്ഥ കണ്ട വല്ലാത്ത പേടി തോന്നുന്നതോ. ചെറുപ്പക്കാരോട് എന്തെങ്കിലും പറയാ പേടിയാ സഹോദരാ. നിങ്ങൾ പത്രത്തിൽ വായിച്ചവരല്ലേ പഠിച്ചവനെ വയനാട് താമരശ്ശേരിയിൽ അടിവാരം ഭാഗത്താണ് ഒരു ചെറുപ്പക്കാരനായ പൊന്നുമോൻ വളരെ സ്നേഹമോൻ അല്ലാഹുവേ ഉമ്മയോട് പൈസ ചോദിച്ചിട്ട് കൊടുക്കാത്തതിന്റെ പേരിൽ ക്യാൻസർ ബ്രെയിൻ ട്യൂമർ രോഗിയായ പാവപ്പെട്ട രോഗിയായ മാതാവിന് അടുത്ത വീട്ടിൽ ചെന്നിട്ട് വെട്ടുകെട്ട് സ്വന്തം മാതാവിനെ വെട്ടി നുറുക്കുകയാ. സ്വന്തം ഉമ്മാനെ 10 മാസം ഗർഭധാര മറന്ന് ജീവിക്കുകയാ. പള്ളികളുടെ പരിസരത്ത് 2 നില വീട് പണിതിരിക്കുകയാണ്. അള്ളാന്റെ പള്ളിക്കകത്ത് നമസ്കാരം നടക്കുമ്പോ കണ്ണിന്റെ മുമ്പിലൂടെ പ്രായമുള്ളവര് വേച്ച് പള്ളിയിലേക്ക് പോകുന്നത് കണ്ടിട്ട് പോലെ നിസ്കരിക്കാൻ മടിച്ചിട്ട് കാലിന്റെ മുകളിൽ കാല് കയറ്റിയിരുന്ന സുഖിക്കുന്ന സഹോദരാ, വേണ്ട മോനെ വേണ്ട മോനെ, ശകർത്തും ലഅസീദന്നകും വലഇൻ കഫർതും മിൻ അദാബി ലശദീദ്. അല്ലാഹുവിനെ തരാ മാത്രമല്ല അറിയുന്നത്. ചെറുപ്പക്കാരാ, കടപൂട്ടിക്കാനും അല്ലാഹ് അറിയാമടാ. നിന്റെ സർവ്വതും തകർത്ത് കളയാൻ അല്ലാഹുവിനറിയാ. നിസ്കരിക്കാൻ വെള്ളിയാഴ്ച പോലെ പള്ളിയിലേക്ക് വരാൻ മടിക്കുന്ന സഹോദരാ, നിന്നെ കൊണ്ടുവന്നിട്ട് പള്ളിയുടെ മുമ്പിൽ ഇരുത്തിയിട്ട് പിരിവെടുപ്പിക്കാനും അല്ലാഹുവിനറിയാ. തരാ മാത്രമല്ല തന്നത് തിരിച്ചെടുക്കാനും അല്ലാഹുവിനറിയാ. അതുകൊണ്ട് നീ അല്ലാഹുവിനെ മറന്നു നടക്കരുത്, അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കരുത്, അഹങ്കരിക്കരുത്. സർവ്വതും നിന്റെ കയ്യിലാണെന്ന് നീ വിചാരിക്കരുത്. അല്ലാഹുവേ, എന്റെ ചെറുപ്പക്കാരോട് പറയുകയാണ്, മക്കളെ അഹങ്കാരമൊക്കെ കുറയ്ക്കാൻ